വെൽക്കം ബാക്ക് ടു റൈസ് ഏഗൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന് വരുന്ന കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം, ചാപ്റ്റർ വൈസ് ആയി തന്നെ നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്നുള്ളതായിരുന്നു അല്ലെ. ഇതൊരു ലോകകഥയാണ്. അപ്പൊ ആ ചാപ്റ്ററിൽ ഒരു കോൺവെർസേഷൻ തുടങ്ങാം. അതായത് അക്ബറും ബീർബലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. നോക്കൂ, അക്ബർ രാജാവ് ചോദിക്കുകയാണ്, അരേ ബീർബൽ, हम ये क्या देख रहे हैं? ദർബാർ മേ ഇത്നി ഭീഡ് ക്യോ? എന്തിനാണ് ഇത്രയും ഒരു തിരക്ക് ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ? എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. ബീർബൽ പറയാണ്, ഹുസൂർ ആപ്നെ കൽ ബത്തായാ ഥാ കുച്ച് സീഖ്നാ ഹൈ. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെയോ പഠിക്കണമെന്ന്. അപ്പൊ അക്ബർ ചോദിക്കുകയാണ്, ഇസ്കേ ലിയേ ദേശ് കി ആദി ജനതാ സേ ദർബാർ ക്യോ ഭർ ദിയാ ഹൈ? ഭർ എന്താ നിറയ്ക്കുക, അതിനു വേണ്ടിയിട്ട് എന്തിനാണ് ദേശത്തെ പകുതിയോളം ജനങ്ങളെ ഈ കൊട്ടാരത്തിന് മുന്നിലേക്ക് നയിച്ചത് എന്ന് ചോദിക്കുകയാണ്. ബീർബൽ, മാഫി ചാഹ്താ ഹൂം ജഹാപ്ന, मैं तो बस आपकी आदेशों का पालन किया है. ഞാൻ നിങ്ങളുടെ നിർദ്ദേശം പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാണ്. അപ്പൊ അക്ബർ പറയാ, വോ കേസേ, അതെങ്ങനെ? അപ്പം ബീർബൽ പറയുന്നുണ്ട്, യഹാ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് നാ കുച്ച് സിഖാ സക്താ ഹൈ. ഇവിടെ കൂടിയിരിക്കുന്ന മൗജൂദ് എന്താണ്? കൂടിയിരിക്കുന്ന. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഹരേക് ഏസാ കുച്ച് ജാൻതാ ഹൈ ജോ ദൂസരോं को नहीं पता. ഓരോ വ്യക്തിക്കും അറിയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അറിയണമെന്നൊരു നിർബന്ധവുമില്ല. പ്രത്യേക പാസ് കുച്ച് ഹുനർ ഹേ, ഓരോ വ്യക്തിയിലും ഓരോ കഴിവുകളുണ്ട്. കുച്ച് ജ്ഞാൻ ഹേ, ഓരോ അറിവുമുണ്ട്. ജ്ഞാനാർജൻ നിരന്തര പ്രക്രിയ ഹേ. അപ്പൊ അറിവ് നേടുക എന്നുള്ളത് ഒരു നിരന്തരമായ പ്രക്രിയയാണെന്ന് ഇവിടെ ബീർബൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അക്ബർ പറയാണ്, അബ് മേ സമജ് ഗയാ ബീർബൽ, സബ് കുച്ച് സീഖ്ന അസംഭവ് ഹേ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുകയാണ് എന്ത്, എല്ലാം പഠിക്കുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ്. മേരി ആംഖേ ഗുൽവേനേക്കോ ബഹോ ശുക്രിയ. എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പം ബീർബൽ പറയാണ്, ടീക് ഹേ ജഹാപ്ന, ശരി രാജാവേ എന്ന് പറഞ്ഞ ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? വാർത്താലാപ് തന്നെയാണ്, കോൺവെർസേഷൻ തന്നെയാണ്. ബീർബലും ഭൂട്ടി മഹിളയും തമ്മിലുള്ള കോൺവെർസേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഭൂട്ടി മഹിള പറയാണ്, അരേ ബീർബൽ കേസേ ഹോ, നീ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ബീർബൽ പറയാ, ടീക് ഹോ ഗുരുജി, ഞാൻ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു. ബൂട്ടി മഹിള, ക്യാ സോച്ച് രഹേ ഹോ, നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ബീർബൽ പറയാണ്, രാജാനെ ഏക് ബാത് കഹി, രാജാവ് ഒരു കാര്യം പറഞ്ഞു. ബൂട്ടി മഹിള, കോൺ സി ബാത്, എന്ത് കാര്യം? ബീർബൽ, ഉനേ സഭീ കാം സീഖ്നാ ഹേ, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും പഠിക്കണം, അറിയണമെന്ന് അവർ പറഞ്ഞു. ബൂട്ടി മഹിള ചോദിക്കുകയാണ്, വതോ അസംഭവ് ഹി ഹേ, അത് നടക്കാത്തൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. ബീർബൽ പറയുന്നുണ്ട്, ഹാ इसलिए अलग अलग कामगारों को दिखाकर मैं उन्हें सब कुछ समझाऊं. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെയുള്ള ഓരോ ജോലിക്കാരെയും ഓരോ ജോലികൾ ചെയ്യുന്ന ആളുകളെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ മുന്നിൽ നിർത്താൻ പോവുകയാണ്. ബൂട്ടി മഹിള, തബ് മേ ബി വഹാ ആവൂങ്കി, അപ്പൊ ഞാനും അവിടേക്ക് വരാം എന്ന് പറയാണ്. ബീർബൽ പറയാ, ക്യാ ആപ് ഉൻസേ ബാതേം കരേഗി, അപ്പൊ നിങ്ങൾ അവരോട് സംസാരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ബീർബൽ. ഇപ്പൊ ബൂട്ടി മഹിള, ജറൂർ, തീർച്ചയായും, മേ ഉനെ സംജാവൂങ്കി കി ഹർ വ്യക്തി വിദ്യാർത്ഥി ഹൈ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഓരോ വ്യക്തിയും വിദ്യാർത്ഥിയാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയാണ്. ബീർബൽ, ധന്യവാദ് ഗുരുജി, ശരി ഗുരുജി എന്ന് പറയാണ്. അടുത്തത് സഫൽ ജീവനെ കുറിച്ചൊരു ടിപ്പണിയാണ്. നോക്കാം. जीवन को सफल बनाने के लिए मनुष्य को आत्मविश्वास, दृढ़ संकल्प, उत्साह और लगन चाहिए. നമ്മുടെ ജീവിതത്തെ സഫലമാക്കാൻ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? നോക്കിയേ, ആത്മവിശ്വാസം വേണം അല്ലേ, ദൃഢസങ്കല്പ്, ദൃഢനിശ്ചയം വേണം, ഉത്സാഹ്, വളരെയധികം എനർജറ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ ലഗൻ, ആഗ്രഹം, ഇതും വേണം. केवल पढ़ने में ही नहीं, अच्छे चरित्र के निर्माण में भी उसको ध्यान देना चाहिए. പഠിക്കാൻ മാത്രമല്ല നല്ല പെരുമാറ്റവും അതും ആവശ്യമാണെന്നാണ് പറയുന്നത്. उसे परिश्रमी होना चाहिए और सदा सच्चाई के मार्ग में चलना भी अनुशासन से उसका जीवन सफल और श्रेष्ठ बनते हैं. അതായത് ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ എന്താ, സദാ സച്ചായി കെ മാർഗമേ, സത്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി നല്ലതാവുന്നത് എന്ന് പറയുകയാണ്. സ്വാർത്ഥത കോ ചോടത്തെ ഹുയേ സാധാ ജീവൻ ബിതാനാ ചാഹിയേ, സ്വാർത്ഥത വിട്ട് സാധാരണ ജീവിതം നമ്മൾ നയിക്കണം. उसे पूरी आदतों और बुरे सहवास से बचकर
രഹന ചാഹിയെ. അവര് പൂർണ്ണമായും ചീത്തശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ല കൂട്ടുകെട്ടിൽ പോയി പെടണം. ബഡോം കെ സതുപദേശോം കാ പാലൻ കർണ. വലിയ ആളുകൾ പറയുന്നത്, മുതിർന്ന ആളുകൾ പറയുന്നത് പാലിക്കണം. ഉൻക ആദർ കർണ, അവരെ ബഹുമാനിക്കണം. ചോട്ടോം സെ പ്യാർ കർണ ആദി ബി ആവശ്യകത ഹെ. ചെറിയ ആളുകളെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും വേണം അല്ലെ. ജോ വ്യക്തി ഇസ് ആദർശ കാ ജീവൻ ബിതായേഗ വ അപ്നെ ജീവൻ മേ സഫൽ ബനേഗ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്താണ്, സഫൽ ജീവൻ പ്രാപ്തമാക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ലേഖ് പരിശ്രമി കാ മഹത്വം. ഒരു പരിശ്രമിയുടെ മഹത്വം എന്ന ടോപ്പിക്കിൽ ഒരു ലേഖ്, ഒരു ടിപ്പണി എഴുതാൻ പറഞ്ഞ് നമ്മൾ എന്ത് എഴുതണം നോക്കൂ. മാനവ ജീവൻ മേ മെഹനത് കാ മഹത്വപൂർണ്ണ സ്ഥാന ഹെ. മനുഷ്യ ജീവിതത്തിലെ മെഹനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജോ വ്യക്തി ഖൂബ് മെഹനത് കർത്താ ഹെ വ ജീവൻ മേ സഫൽ ബൻ ജാതാ ഹെ. ആരാണോ തന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് അവർ ഉറപ്പായിട്ടും എന്താണ്, ജയിക്കുക തന്നെ ചെയ്യും. അപ്നി തഥാ സമാജ് കി ഭലായി മെഹനത് പർ നിർഭർ രഹതാ ഹെ. നമ്മുടെയും നമ്മുടെ സൊസൈറ്റിയുടെയും ഒക്കെ ഒരു ഭാവി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂടെയാണ്. ശിക്ഷാ കെ ക്ഷേത്ര മേ ഭി മെഹനത് കാ സ്ഥാൻ ബഹുത് ഊഞ്ചാ ഹെ. അതായത് പഠനത്തിന്റെ കാര്യത്തിലും കഠിനാധ്വാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മെഹനത് അലസദാ കാ ശത്രു ഓർ വിജയ് കാ സോപാൻ ഭി ഹെ. ഇപ്പൊ ഈ കഷ്ടപ്പാട് അല്ലെങ്കിൽ കഠിനാധ്വാനം എന്ന് പറയുന്നത് എന്താണ്, അലസതയുടെ ശത്രുവും അതുപോലെ തന്നെ എന്താ, വിജയത്തിന്റെ പടികളുമാണ്. നിരന്തർ മെഹനത് കർക്കെ ജീവനെ വാലെ അപ്നെ അപ്നെ പേശോ മേ സഫൽ ഹോത്തെ ഹെ. മെഹനത് സെ ജീവൻ മേ ഹമേ ആത്മവിശ്വാസ് സുഖ് ഔർ ശാന്തി ഭി മിൽത്തെ ഹെ. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ആത്മവിശ്വാസം കൂടുകയും ശാന്തി, സുഖം ഇതൊക്കെ വർദ്ധിക്കുകയും ചെയ്യും അല്ലെ. ഇസ്ലിയെ ഹമേ മെഹനത് കർക്കെ ആകെ ബഡ്നാ സീഖ്നാ ചാഹിയെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര എന്ന ചാപ്റ്ററിലെ സപ്തമും അമ്മയും തമ്മിലുള്ളതാണ്. നോക്കിയേ. മാ കഹാ ഗയേ ഥേ, നീ എവിടെയായിരുന്നു പോയത്? മേ ബഹോത് പരേശാൻ ഹോ ഗയി ഥി, ഞാൻ വളരെയധികം പേടിച്ചു. സപ്തം ധർത്തി പർ, ഭൂമിയിൽ. മാ ക്യോം, എന്തിന്? സപ്തം പറയുന്നുണ്ട് ആകാശ് മേ രത്തെ രത്തെ മേ ഊബ് ഗയ. ഈ ആകാശത്ത് താമസിച്ച് ഞാൻ വളരെയധികം ബോറടിച്ചു അല്ലെ. മാ ധർത്തി കേസേ ഹേ, ഭൂമി എങ്ങനെയുണ്ട്? സപ്തം പറയാണ് മുझे बहुत पसंद आई वहां के पेड़ पौधे नदियां पहाड़ फल फूल सब बहुत सुंदर है लेकिन माँ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ കുറേ മരങ്ങളുണ്ട്, നദികളുണ്ട്, കുന്നുകളുണ്ട്, പൂക്കളുണ്ട്, ഇതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. പക്ഷെ അമ്മേ എന്ന് പറയുന്നുണ്ട്. അമ്മ ക്യാ ഹുവാ ബേട്ടാ, എന്തു പറ്റി മോനെ? സപ്തം വഹാം കെ അന്ധകാർ മേ മേരാ സുന്ദർ രംഗ് ദിക്കായി നഹീ ദേ രഹേ. പക്ഷെ അവിടുത്തെ ആ ഒരു ഇരുട്ടില് എന്റെ സുന്ദരമായ നിറം കാണുന്നുണ്ടായിരുന്നില്ല. മാ ബേട്ടാ ആകാശ് മേ രഹനെ വാലെ തും ധർത്തി പർ കേസേ രह सकते हो? പ്രകൃതി മേ ഹർ പ്രാണി കാ അപ്നാ അപ്നാ ജഗഹ ഹെ. അതായത് ഈ പ്രകൃതിയിൽ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. സപ്തം വ മുझे समझ गया മാ. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അമ്മ എന്ന് പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം സപ്തമിന്റെ ഡയറിയാണ്. സപ്തം കി ഡയറി താരിഖ് കൊടുക്കണം, അതുപോലെ തന്നെ എന്താണ്, ദിനും കൊടുക്കണം അല്ലേ. താരിഖ് ദിൻ എഴുതി. ആജ് മേ ബഹോത് ഖുഷ് ഹൂം, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എന്താ, ആകാശ് മേ രഹത്തെ രഹത്തെ ഊബ് ഗയാ തോ കൽ മേ ധർത്തി പർ ചലി ഗയി. ആകാശത്ത് താമസിച്ച് മടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഭൂമിയിലേക്ക് പോവുകയാണ്. ധർത്തി ബഹോത് സുന്ദർ ഹെ, ഭൂമി വളരെ സുന്ദരമാണ്. ഘാട്ടി നിർജർ നദിയാം പഹാഡ് പേട് പൗദേ സബ് സുന്ദർ ഹെ. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര സുന്ദരമാണ്. രാത് മേ ഏക് ലഡ്കേ കി ജോംപട്ടി മേ രഹ. രാത്രി എന്താണ്, ഒരു ആൺകുട്ടിയുടെ കുടിലാണ് ഞാൻ താമസിച്ചത്. ലേക്കിൻ ജോംപടി കെ അന്ധകാർ മേ മേരാ സുന്ദർ രംഗ് ദിക്കായി നഹീ ദേ രഹേ ഥേ. പക്ഷെ ആ ഒരു ഇരുട്ടില് എന്റെ സുന്ദരമായിട്ടുള്ള 7 വർണ്ണങ്ങളും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അബ് മുझे മാലൂം ഹുവാ കി പ്രകൃതി മേ പ്രത്യേക അസ്തിത്വ ആസ്മാൻ കെ ബിനാ സംഭവ് നഹീ ഹെ. അതായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കുള്ള സ്ഥാനം എപ്പോഴും ആകാശമാണ് എന്നുള്ള കാര്യം പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ധർത്തിക്ക് സുന്ദർ ദൃശ്യമേ കബി ഭൂൽ നഹീ സക്ത. ഈ ഭൂമിയിലെ സുന്ദരമായ ദൃശ്യം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയറി സപ്തം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
സന്തോഷ് യാദവ് की ചരിത്രഗത വിശേഷതാओं पर टिप्पणी लिखे. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ खूबसूरत अनुभूति है एवरेस्ट അല്ലേ? നോക്കൂ, संतोष यादव माउंट एवरेस्ट की चोटी पर 2 बार चढ़ने वाली भारत की पहली महिला पर्वतारोही है. അപ്പോൾ ഭാരതത്തിലെ ആദ്യത്തെ പെഹല महिला पर्वतारोहिയാണ് ആര്? നമ്മുടെ സന്തോഷ് യാദവ് അല്ലേ? घर में अकेली लड़की होने के कारण वह सबकी लाडली थी. അപ്പോൾ വീട്ടിൽ ഒരേ ഒരു പെൺകുട്ടിയാണ് അല്ലേ? കുറേ ചേട്ടന്മാരുടെ ഇടയിലുള്ള ഒരേ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വളരെയധികം ലാഡ്ലി ആയിരുന്നു, ലാളിത്യം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. गांव की एक मामूली स्कूल में 5वीं तक पढ़ाई की. അതായത് ഗ്രാമത്തിലൊരു സ്കൂളിലാണ് അവർ പഠിച്ചത് അല്ലേ? तो नोकू 14 वर्ष की उम्र से शादी करने का दबाव से बचने के लिए माता पिता से दूर हॉस्टल में रहकर पढ़ने लगी. അപ്പോൾ ഈ കല്യാണത്തിന്റെ ആ ഒരു സമയം ആയപ്പോൾ വീട്ടിൽ നിർബന്ധിച്ചു തുടങ്ങിയപ്പോഴാണ് അവർ ദൂരെ ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയത്. वो बचपन से ही निडर और जिज्ञासु. ഈ കുട്ടിക്കാലം മുതലേ അവരെങ്ങനെയാണ്? പേടിയില്ലാത്ത ആളാണ്, അതുപോലെ തന്നെ ജിജ്ഞാസു ആണ്. ഓരോ കാര്യത്തെക്കുറിച്ച് അറിയാനും വളരെയധികം ത്വരയുള്ള ഒരു കുട്ടിയായിരുന്നു ആര്? സന്തോഷ് യാദവ്. संतुलित दिमाग और संयम होने के कारण वह पर्वतारोही के रूप में सफल हुई. എന്താണ്? സന്തുലിതമായിട്ടുള്ള മനസ്സും അതുപോലെ ബുദ്ധിയുടെ പ്രവർത്തനവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവര് സഫൽ पर्वतारोही के रूप में सफल हुई. അങ്ങനെ അവരൊരു पर्वतारोहियाയി മാറി. आगे उनकी कल्पना समाज को कुछ देखना है और धरती को स्वर्ग कहलाना है. അപ്പോൾ മുന്നോട്ട് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തെ എപ്പോഴും സന്തോഷമുള്ളതായിട്ട് കാണണം. അപ്പോൾ അത് അവരുടെ എന്താണ്? സമാജ് കല്യാൺ കി ഭാവനയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സന്തോഷ് യാദവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും നമ്മൾ എഴുതി കൊടുക്കും. അപ്പൊ അടുത്ത ചോദ്യം എങ്ങനെയാണ്? സമാചാർ റപ്പട്ട് തയ്യാർ കരേ. റപ്പട്ട് തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ സമാചാർ പത്ര തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ खूबसूरत अनुभूति है एवरेस्ट എന്നുള്ളതാണ്. സന്തോഷ് യാദവ് ദുനിയാ കി ചോട്ടി പർ ദുബാര എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ് അല്ലേ? അതായത് രണ്ടാമത്തെ തവണ നമ്മുടെ സന്തോഷ് യാദവ് എവറസ്റ്റ് കീഴടക്കി. ഇതാണ് ന്യൂസ്. അപ്പോൾ ഓക്കെ, സമാചാർ പത്ര റപ്പട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അവിടെ ദിനും താരീഖും കൊടുക്കണം അല്ലേ? ദിൻ താരീഖ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതിയതിനു ശേഷം നമ്മളൊരു ബോക്സും കൂടെ വരയ്ക്കണം. നോക്കൂ, സ്ഥലം കൊടുക്കണം. भारतीय महिला पर्वतारोही संतोष यादव पिछले हफ्ते माउंट एवरेस्ट की चोटी पर 2 बार चढ़ने वाली भारत की पहली महिला बन गई है. അതായത് 2 തവണ എവറസ്റ്റ് കീഴടക്കിയ ഭാരതത്തിലെ ഒരേ ഒരു വനിതയായിട്ട് സന്തോഷ് യാദവ് മാറുകയാണ് അല്ലേ? നോക്കൂ, बर्फ से टकी चोटियों को समझने की अपनी जिज्ञासा ने उन्हें माउंट एवरेस्ट की चोटी पर पहुंच दिया. അപ്പോൾ ഈ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളെ കുറിച്ച്, ആ ഒരു കുന്നുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള അവരുടെ ആ ഒരു ആകാംക്ഷയായിരുന്നു അവരെ ഈ ഒരു എവറസ്റ്റ് കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. एक महिला की हैसियत से वह थोड़ा अलग करना चाहती है. ഒരു മഹിളയുടെ, ഒരു സ്ത്രീയുടെ ജീവിത രീതിയിൽ നിന്ന് ഒരു മാറി ചിന്തിച്ചു തുടങ്ങി അല്ലേ? इसलिए इस्तीफा देकर माउंट एवरेस्ट पर चढ़ने का निश्चय किया. നോക്കൂ, 12 मई 1993 को पहली चढ़ाई के ठीक 1 साल बाद उसकी यह दूसरी चढ़ाई भी सफल हुई है. അതായത് ആദ്യം അവര് 1992 അതിനുശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷം 93 അവർ രണ്ടാമത്തെ തവണ എവറസ്റ്റ് കീഴടക്കുകയായിരുന്നു. इस तरह की मेहनती महिलाएं हमारी शान है. ഇങ്ങനെയുള്ള മെഹനത്തി മഹിളകൾ നമ്മുടെ അഭിമാനമാണ്. ഭാരത് സർക്കാർ ने इस निडर महिला के लिए 5 लाख रुपए ഇനാം കി ഘോഷണ കി ഹെ. അപ്പോൾ ഭാരത സർക്കാർ അവർക്കൊരു പാരിതോഷിക തുക നൽകിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? സമാചാർ പത്ര റിപ്പോർട്ടും എഴുതി. ഇതൊരു മോഡൽ മാത്രമാണ് കേട്ടോ. നമുക്ക് നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നുള്ളൊരു ചോദ്യം. സന്തോഷ് യാദവ് ബച്പൻ സേ ഹി നിഡർ തി. അപ്പൊ നോക്കൂ, കുട്ടിക്കാലം മുതൽ അവര് പേടിയില്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നു. ശരിയാണ്. സന്തോഷ് യാദവ് ജിജ്ഞാസ നഹീദി. അത് തെറ്റാണ്. സന്തോഷ് യാദവിന് ജിജ്ഞാസ ഉണ്ടല്ലോ. അപ്പോൾ एक पर्वतारोही को संतुलित दिमाग वाला होना है. നോക്കൂ, ഒരു പർവ്വതാരോഹക എപ്പോഴും എന്താണ്? സന്തുലിതമായ മനസ്സിനെ നയിക്കുന്ന ആളാവണം. സന്തോഷ് യാദവ് ഹിമാലയ पर चढ़ने की इच्छा. ഹിമാലയം കയറാനുള്ള
ഒരു ഇഷ്ടമുണ്ടായിരുന്നു. എവറസ്റ്റ് പർ ചढ़ना पर्वतारोही के लिए खूबसूरत अनुभूति है. എവറസ്റ്റ് കയറുന്നത് ഒരു പർവ്വതാരോഹിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. ശരിയാണ്. സന്തോഷ് യാദവ് എവറസ്റ്റ് കി ചോട്ടി പർ നഹി പഹൂഞ്ചി. അവര് എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല, കയറിയിട്ടില്ല. തെറ്റാണ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് സഹി പ്രസ്താവ് സുൻകർ ലിഖേൽ നമുക്ക് പറയാനുള്ളത്. അടുത്തത് സഹേലി കെ നാം സന്തോഷ് യാദവ് കാ പത്ര അല്ലേ? അപ്പൊ എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷം അവരുടെ ഫ്രണ്ടിൽ ഒരു കത്ത് അയക്കുകയാണ്. നോക്കാം. അപ്പൊ കത്ത് അയക്കുമ്പോൾ സ്ഥാനവും താരീഖും എഴുതി കൊടുക്കുന്നു. പ്രിയ സഹേലി, തും കൈസേ ഹോ? കുശൽ ഹോന? മേ യഹാ ടീക് ഹൂ. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. തുമാരി കോയി ഖബർ നഹി കുച്ച് ദിനോ സേ. एक खास बात बताने के लिए मैं ये पत्र भेज रही हूँ. ഒരു സ്പെഷ്യൽ കാര്യം പറയാനാണ് ഞാൻ ഈ ഒരു കത്ത് അയക്കുന്നത് എന്ന് പറയാണ്. पिछले हफ्ते एक बार भी माउंट एवरेस्ट की चोटी पर चढ़ने का मेरा सपना साकार हो गया. അതായത് കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ഒരു തവണ കൂടെ എവറസ്റ്റിൽ കീഴടക്കണം എന്ന ഒരു ആഗ്രഹം സഫലമായിരിക്കുകയാണ്. കിतना खूबसूरत अनुभव था वह. അത് വളരെയധികം खूबसूरत മനോഹരമായ അനുഭവമായിരുന്നു. जब मैं टॉप पर पहुंची तो भावात्मक रूप से मैं शून्य हो गई थी. എപ്പോഴാണ് ഞാൻ ആ മുകളിൽ എത്തിയത് അപ്പോൾ ഞാൻ ഭാവാത്മകമായും ശൂന്യമായി മാറിയിരിക്കുന്നു. ന കിസി പ്രകാർ കി ഖുഷി ദി ന കോയി ഗം. ഒരു തരത്തിലുള്ള ഫീലിംഗ്സും എനിക്ക് ഉണ്ടായിരുന്നില്ല, സന്തോഷവും ഉണ്ടായിരുന്നില്ല, സങ്കടവും ഉണ്ടായിരുന്നില്ല അല്ലേ? വോക്കി ടോക്കി ഫോൺ കെ ജരിയെ മുझे सूचना दी गई कि मैं एवरेस्ट की टॉप पर पहुंच गई हूँ. അപ്പൊ വോക്കി ടോക്കി എന്ന ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ് എന്ത്, ഞാൻ ഇവിടെ എവറസ്റ്റിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ജബ് മേ ദോ ചാർ കദം പീछे दी तभी मेरी आत्मा ने कहा कि ये मैं क्या करने जा रही हूँ. അപ്പൊ 2-3 അടികൾ കൂടെ താഴെ പിറകിൽ ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് എന്ത്, ഞാനിത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആകാംക്ഷ അവരിൽ വരികയാണ്. വഹാ മുझे സ്നോ ലെപ്പേർഡ് और മൗണ്ട് ഗോഡ് देखने को मिला. അവിടെ ഞാൻ എന്തൊക്കെ കണ്ടു? സ്നോ ലെപ്പേർഡിനെയും അതുപോലെ തന്നെ മൗണ്ട് ഗോഡിനെയും ഒക്കെ കണ്ടു. अब मेरी कल्पना समाज को कुछ देखना और ये धरती को स्वर्ग कहलाना है. അപ്പോൾ ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ സമാജ് കോ കുച്ച് ദേഖ്ന, സമൂഹത്തെ നന്നായിട്ട് കാണണം, അതുപോലെ തന്നെ യെ ധർത്തി കോ സ്വർഗ് കഹ്ലാന, ഈ ഭൂമിയെ എനിക്ക് സ്വർഗം എന്ന് പറയണം അല്ലേ? വഹാ തുമാരി ഖബർ ക്യാ ക്യാ ഹേ. അവിടെ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തും കബ് യഹാ ആവോങ്കെ, നീ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്? തുമാരെ പരിവാർ വാലോം സേ മേരാ പ്രണാം കഹ്നാ ഹേ. നിന്റെ കുടുംബത്തോട് എൻ്റെ അന്വേഷണം പറയണം. ജവാബ് പത്രികി പ്രതീക്ഷാസേ എന്ത് എഴുതണം? തുമാര അല്ലെങ്കിൽ തുമാരി മിത്ര. തുമാരി മിത്ര ആരാണ്? സന്തോഷ് യാദവ് അല്ലേ? സന്തോഷ് യാദവ്. പിന്നെ ഇവിടെ സേവാമേം എന്ന് എഴുതുക. സേവാമേം ആർക്കാണോ ലെറ്റർ അയക്കുന്നത്, ഇപ്പൊ പ്രീതി എന്ന് കൊടുക്കുക അല്ലെ? ഇപ്പൊ പ്രീതിയുടെ അഡ്രസ് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത്, ഒരു ലെറ്റർ ചോദിച്ചാൽ ലെറ്ററിന്റെ ഫോർമാറ്റ്, അതുപോലെ തന്നെ സന്തോഷ് യാദവിന്റെ ഫ്രണ്ടിൽ ഇരുന്ന കത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ പാർട്ട് 2 പഠിക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.